സ്ത്രീ പുരുഷന്മാർ കൂടിക്കലരുക എന്നുള്ളത് ഇസ്ലാം അത്രയും കർശനമായി വിലക്കിയിട്ടുള്ള കാര്യമാണ്. അല്ലെ, സമൂഹം എങ്ങനെ കാണുന്നു എന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടതില്ല. സമൂഹം പലതും നല്ലതായി കാണും, അവര് നിലപാടുകൾ മാറും. നമ്മൾ ജീവിക്കുന്ന സമൂഹം എന്താണെന്ന് നമുക്കറിയാവുന്നതാണ്. അവരുടെ നിലപാട് നമ്മെ ഒരു തലക്ക് സ്വാധീനിക്കരുത്. അല്ലെ, അവസാന കാലമാകുമ്പോ പരസ്യമായി വ്യഭിചരിക്കും. അത് ചില രാജ്യങ്ങൾക്ക് തുടങ്ങിക്കഴിഞ്ഞു. അവിടെ പോയാൽ നമുക്ക് അങ്ങനെ ആകാൻ പറ്റുമോ? ഇല്ല. ഇസ്ലാം കർശനമായി വിലക്കിയിട്ടുള്ള കാര്യമാണ് സ്ത്രീ പുരുഷന്മാർ തമ്മിൽ കൂടിക്കലരുക എന്നുള്ളത്. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞു കാണാം, സ്ത്രീ പുരുഷന്മാർ കൂടിക്കലർന്നാൽ തീയും വിറകും തമ്മിൽ കൂടിക്കലരുന്നത് പോലെയാണ്. അത് യാതൊരു സംശയവുമില്ല. പിന്നെ ഫിത്നകൾ ഉണ്ടാവുക എന്നുള്ളത് അത് സ്വാഭാവികമാണ്. അതിന്റെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാ അവസരങ്ങളും ഉണ്ടാക്കി കൊടുത്തിട്ട് പിന്നെ അവർ ചെയ്യുന്ന തെറ്റിന് തലയിൽ കൈവച്ചിട്ട് യാതൊരു കാര്യവുമില്ല. അല്ല, അവർ സൂക്ഷിച്ചോളും, അവർ നല്ല മനസ്സാണ്, നിങ്ങൾ വിചാരിക്കുന്ന പോലെയൊന്നല്ല എന്ന് പറയുന്നതിൽ യാതൊരു കഴമ്പുമില്ല. ഷെയ്ഖ് മുഖ്ബിർ റഹിമഹുല്ലാ അദ്ദേഹം ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞിരുന്ന ഒരു ബൈത്ത്, ഇതിനെപ്പറ്റി ചോദ്യം ചോദിച്ചാൽ, ഇഖ്തിലാത്തിനെ കുറിച്ച് ചോദിച്ചാൽ ഷെയ്ഖ് പറയുന്ന ഒരു ബൈത്ത് കാണാം. അദ്ദേഹം പറയും, അത് കൂടി കലർന്നിട്ട് പിന്നെ സൂക്ഷിച്ചാൽ മതി എന്ന് പറയുന്നവർക്ക് മറുപടിയായിട്ട്, അൽഖൗഹു ഫിൽ യമ്മി മക്തൂഫൻ വഖാല ലഹു ഇയ്യാക ഇയ്യാക അൻ തബ്തല്ല ബിൽ മാഇ. ഒരുത്തന്റെ കൈയൊക്കെ കെട്ടിയിട്ട് അവന് വെള്ളത്തിൽ കൊണ്ടുപോയിട്ടു, കടലിൽ കൊണ്ടുപോയി വലിച്ചെറിഞ്ഞു. എന്നിട്ട് പറയണം ഇയ്യാക ഇയ്യാക അൻ തബ്തല്ല ബിൽ മാഇ, വെള്ളം നനയുന്നത് സൂക്ഷിക്കണം എന്ന് പറഞ്ഞ പോലെയാണ്. വെള്ളത്തിൽ കൊണ്ടുപോയിട്ടിട്ട് കയ്യും കെട്ടിയിട്ടുണ്ട്, നീന്തി രക്ഷപ്പെടാൻ പറ്റില്ല, എന്നിട്ട് സൂക്ഷിക്കണം എന്ന് പറഞ്ഞതുപോലെ. അതുകൊണ്ട് അങ്ങേയറ്റം കുടുങ്ങിയ സാഹചര്യത്തിലല്ലാതെ നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള ഒരു അവസരമുണ്ടെങ്കിൽ, നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയാണെങ്കിൽ ഒരു നിലക്കും പുരുഷന്മാർ സ്ത്രീകളോടും സ്ത്രീകൾ പുരുഷന്മാരോടും അടുക്കാതിരിക്കുക. അല്ലെ, സ്ത്രീകളുടെ ഹിജാബിനെ കുറിച്ച് പറയുമ്പോൾ പണ്ഡിതന്മാർ പറയുന്നത് സ്ത്രീകൾക്ക് 2 ഹിജാബുണ്ട്. ഒന്ന് അവരുടെ വസ്ത്രം, അത് ഖാസായിട്ടുള്ള ഹിജാബാണ്. അതിനു മുമ്പ് വേറൊരു ഹിജാബുണ്ട്, അവരുടെ വീടൊരു ഹിജാബാണ്. വീടിനുള്ളിൽ ഇരിക്കുക, അതാണ് അവർക്ക് ഏറ്റവും നല്ലത്. എത്രത്തോളം അവർ പുരുഷന്മാരിൽ അകലുന്നുവോ അത്രയും നല്ലതാണ്. അല്ലെ, സ്വർഗത്തിൽ യാതൊരു ഹറാമും മനുഷ്യൻ ചെയ്യാത്ത ലോകമാണ് സ്വർഗം. അവിടെ വെച്ച് അള്ളാഹു സ്വർഗത്തിലെ സ്ത്രീകളെ കുറിച്ച് പറഞ്ഞ എന്താണ്? ഹൂറുൻ മഖ്സൂറാത്തുൻ ഫിൽ ഖിയാം, അവരുടെ വീടുകളിൽ മറച്ചു വെച്ച ഹൂറുൽ ഐൻ. അവിടെ അവർ പുറത്തിറങ്ങി നടക്കൂല. അവിടെ പുറത്തിറങ്ങി നടന്ന ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുമോ? എന്തെങ്കിലും ഹറാം അവിടെ നടക്കുമോ? ഇല്ല. പക്ഷെ അവരുടെ വീട്ടിലായിരിക്കും. ഷെയ്ഖ് മുഹമ്മദ് അൽ അമീൻ അശ്ശൻഖീത്തി റഹിമഹുല്ലാഹ് അദ്ദേഹം ഈ ആയത്തിന്റെ തഫ്സീറിൽ പറഞ്ഞു, ഒരു പെണ്ണിന്റെ സൗന്ദര്യത്തിന്റെ ഭാഗമാണ് അവളുടെ ജമാൽ, ഭംഗി, അതിന്റെ ഒരു ഭാഗമാണ് അവൾ വീടിനുള്ളിൽ ഇരിക്കുക എന്നുള്ളത്. അത് ഭംഗി കൂടുന്ന ഒരു കാര്യമാണ്, അവൾ ഭംഗി കൂട്ടുന്ന ഒരു കാര്യമാണ്. കാരണം എന്താ? അള്ളാഹു സ്വർഗത്തിലെ സ്ത്രീകളെ കുറിച്ച് ഖുർആനിൽ നമുക്ക് പറഞ്ഞു തരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അവരോട് ആഗ്രഹം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഒരു പെണ്ണിനോട് ആഗ്രഹം ഉണ്ടാക്കുന്ന കാര്യമാണ് അവൾ വീട്ടിൽ അടങ്ങിയിരിക്കുന്നവളാണ് എന്നുള്ളത്. ആവശ്യത്തിനൊഴികെ അങ്ങേയറ്റം നിർബന്ധിതയായാൽ അള്ളാഹു താല അനുവാദം കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് പുറത്തിറങ്ങാൻ.